നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? പുതിയത് എടുത്തില്ലെങ്കിൽ പിഴയടക്കേണ്ടി വരുമോ? ഇതൊക്കെ കൃത്യമായി അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് സംബന്ധിച്ച് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണങ്ങളാൽ ഇങ്ങനെ എമിറേറ്റ്സ് ഐ ഡി നഷ്ടപ്പെട്ടാൽ നടപടികൾ വൈകരുതെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഐ ഡി കാർഡ് നഷ്ടപ്പെടുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ എത്രയും വേഗം പുതിയ കാർഡിന് അപേക്ഷിക്കണം. ആദ്യം തന്നെ ICPOയുടെ ഹാപ്പിനെസ് സെന്ററിൽ നേരിട്ടെത്തി നഷ്ടപ്പെട്ട കാര്യം അറിയിക്കണം. എന്നിട്ട് ആ ഐ ഡി കാർഡ് റദ്ദാക്കുകയും പകരം സ്ഥിരം നമ്പറുള്ള പുതിയ കാർഡിന് അപേക്ഷിക്കുകയും വേണം. അപ്പോൾ അപേക്ഷകന് കാർഡ് നഷ്ടപ്പെട്ടതായി രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് ലഭിക്കും. സ്വദേശികൾ പാസ്പോർട്ടും കുടുംബ പൗരത്വ വിശദാംശങ്ങളും അടങ്ങിയ രേഖ അവിടെ കാണിക്കണം. GCC രാജ്യക്കാർ താമസരേഖയും വിദേശികൾ പാസ്പോർട്ടും കാലാവധിയുള്ള വിസ പകർപ്പും നൽകണം. 15 വയസ്സിന് താഴെയുള്ളവർക്കാണ് പുതിയ കാർഡ് ആവശ്യമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റും കൂടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കളർ ഫോട്ടോയും നൽകി നടപടികൾ പൂർത്തിയാക്കണം. അതോറിറ്റിയുടെ സ്മാർട്ട് ആപ്പ് വഴിയും അംഗീകൃത ടൈപ്പിംഗ് സെന്ററിലൂടെയും അതിന് ആവശ്യമായ ഫീസ് നൽകി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ ലഭിച്ചാൽ 48 മണിക്കൂറിനകം പുതിയ ഐ ഡി കാർഡ് ലഭിക്കും. പഴയ കാർഡിന്റെ കാലാവധിയായിരിക്കും പകരം ലഭിക്കുന്ന കാർഡിനും ഉണ്ടാവുക. ഇതിന്റെ വിശദാംശങ്ങൾക്ക് ICPOയുടെ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നഷ്ടപ്പെട്ടതിന് പകരമുള്ള പുതിയ കാർഡ് എടുക്കുന്നത് വൈകിയാൽ പിഴയൊടുക്കേണ്ടി വരും. കാലാവധി കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ ഐ ഡി കാർഡുകൾ പുതുക്കുമ്പോൾ വൈകിയ ഓരോ ദിവസത്തിനും 20 ദിർഹമാണ് പിഴ. പുതിയ തൊഴിലാളികളുടെ ഐ ഡി കാർഡ് അപേക്ഷ 30 ദിവസത്തിലധികം വൈകിയാലും പ്രതിദിന പിഴ 20 ദിർഹമാണ്. പരമാവധി 1000 ദിർഹം വരെയാണ് ഈ നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുക. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാത്തവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്തേക്കണേ.